എന്താണ് രാജ്യത്തെ ഇപ്പോൾ പിടിച്ചുലയ്ക്കുന്ന ഈ പ്രക്ഷോഭത്തിന് പിന്നിലുള്ള ശാരദ ചിട്ടി തട്ടിപ്പ് കേസ്? ഒരന്വേഷണം. വൻതുക മടക്കി നൽകാമെന്ന ഉറപ്പിന്മേൽ പാവങ്ങളും സാധാരണക്കാരുമായ ആളുകളിൽ നിന്ന് 200 മുതൽ 300 കോടി വരെ തട്ടിയെടുത്ത കഥയാണ് ശാരദ ചിട്ടി ഫണ്ടിന് പറയാനുള്ളത്. 2014 വരെ അരങ്ങേറിയ ഈ ചിട്ടി തട്ടിപ്പ് കേസിൻ്റെ പിന്നാമ്പുറ കഥകൾ ആരെയും അമ്പരപ്പിക്കും. 200ഓളം കമ്പനികളുടെ കൺസോർഷ്യം എന്ന നിലയിലാണ് ബംഗാളിൽ ശാരദ ഗ്രൂപ്പ് എന്ന ചിട്ടി കമ്പനി രൂപീകൃതമായത്. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ സമൂഹത്തിലെ പ്രമുഖരായിരുന്നു കമ്പനിക്ക് പിന്നിൽ. ഇവരുടെ സാന്നിധ്യം കമ്പനിയുടെ വിശ്വാസ്യത ഏറെ വർദ്ധിപ്പിച്ചു. പാവങ്ങളും സാധാരണക്കാരുമായ നിരവധി പേർ നിക്ഷേപവുമായി മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ പിന്നീട് കമ്പനി പൊളിഞ്ഞതോടെ ആയിരക്കണക്കിന് നിക്ഷേപകർക്ക് അവരുടെ സമ്പാദ്യം അത്രയും നഷ്ടമായി. മോഹൻ ബഗാൻ ഫുട്ബോൾ ക്ലബിനെ സ്പോൺസർ ചെയ്തും ദുർഗാ പൂജയുടെ നടത്തിപ്പുമൊക്കെ ശാരദ ഗ്രൂപ്പ് ഏറ്റെടുത്തത് വഴി ജനങ്ങൾക്കിടയിൽ കമ്പനിയുടെ വിശ്വാസ്യത വളരെയേറെ വർദ്ധിപ്പിച്ചിരുന്നു. സുപ്രീം കോടതിയാണ് തട്ടിപ്പ് കേസിൻ്റെ അന്വേഷണം CBIക്ക് കൈമാറിയത്. അന്താരാഷ്ട്ര പണമിടപാടും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധവുമൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള സുപ്രീം കോടതിയുടെ വിധി ഏറെ നിർണായകമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിലെ നിരവധി നേതാക്കളെ സാമ്പത്തികമായി ഏറെ സഹായിച്ചിരുന്നത് ഈ ശാരദ ഗ്രൂപ്പാണെന്ന് കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുള്ള നേതാക്കൾക്കും ഈ കമ്പനിയുമായി ബന്ധമുണ്ടെന്ന ആരോപണം അക്കാലയളവിൽ തന്നെ ഉയർന്നിരുന്നു. പശ്ചിമ ബംഗാളിന് പുറമെ ഒഡീഷ, ആസാം, ജാർഖണ്ഡ്, ത്രിപുര സംസ്ഥാനങ്ങളിലുള്ളവരാണ് തട്ടിപ്പിനിരയായത്. ബംഗാളിൽ 10,000ങ്ങളെ കബളിപ്പിച്ച് ശതകോടികൾ വെട്ടിച്ച ശാരദ ചിട്ടി കുംഭകോണത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കും തോറും തൃണമൂൽ കോൺഗ്രസും അതിൻ്റെ സർവാധികാരിയായ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കൂടുതൽ വെട്ടിലകപ്പെടുന്ന കാഴ്ചകളായിരുന്നു ഇന്ത്യക്ക് കാണാനായത്. മമതയുടെ വിശ്വസ്തനും സ്വന്തം മന്ത്രിയുമായ മദൻ മിത്ര, 2 MP-മാർ എന്നിവരുൾപ്പെടെ ഉന്നതരായ പലരും CBI കസ്റ്റഡിയിലാവുകയുണ്ടായി. പ്രമുഖരായ പല നേതാക്കളും CBIയുടെ നിരീക്ഷണ വലയത്തിലും പെട്ടു. ബംഗാളിൻ്റെ ചരിത്രത്തിലാദ്യമായി തട്ടിപ്പ് കേസിൽ ഒരു മന്ത്രി അറസ്റ്റിലായി. കേസുമായി ബന്ധപ്പെട്ട് മിത്രയെ CBI ഓഫീസിൽ വിളിച്ചു വരുത്തി 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശാരദ ചിട്ടി കമ്പനിയിൽ നിന്നും അതിൻ്റെ മറ്റ് പല അനുബന്ധ ഇടപാടുകളിൽ നിന്നും വൻതോതിൽ പണം തട്ടിയെന്ന കുറ്റമാണ് ആ മന്ത്രിക്കെതിരെ ചാർത്തിയത്. പണം തട്ടിയതിൻ്റെ വ്യക്തമായ തെളിവുകൾ CBIക്ക് ലഭിച്ചുവെന്ന് CBI അവകാശപ്പെടുന്നു. ശാരദ കമ്പനിയിലെ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കൂടിയായിരുന്ന മിത്ര അതിൻ്റെ ഉടമസ്ഥൻ സുദീപ് സെന്നുമായും വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. അയാൾ വൻതുക അവിടെ നിന്ന് കൈപ്പറ്റിയിരുന്നുവെന്ന് വെട്ടിപ്പ് പുറത്തു വന്ന നാൾ മുതൽ വ്യക്തമായി ആരോപണമുണ്ടായിരുന്നു. ആദ്യം മുതൽ കേസുമായി നിസ്സഹകരണം കാട്ടിയ ഈ മന്ത്രിയെ ചോദ്യം ചെയ്യാനായി പലതവണ CBI നോട്ടീസ് അയച്ചെങ്കിലും അസുഖവും മറ്റോരോരോ കാരണങ്ങളും പറഞ്ഞ് തടിതപ്പുകയായിരുന്നു. പിന്നീട് പഴുതുകളെല്ലാം അടച്ച് കൃത്യമായ ചോദ്യം ചെയ്യലിൽ CBI കുടുക്കി. കമ്പനിയുടെ മിക്ക പരിപാടികളിലും ഇയാൾ പങ്കെടുക്കുകയും അതിന് വൻ പ്രചരണം നൽകുകയും ചെയ്തു എന്നാണ് CBI ആരോപിക്കുന്നത്. മിത്രയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന ബാപ്പി കരീമിനെ നേരത്തെ CBI ചോദ്യം ചെയ്തിരുന്നു. അയാളിൽ നിന്നും മിത്രയും ശാരദ കമ്പനിയും തമ്മിലുള്ള ഇടപാടിൻ്റെ വിവരം CBIക്ക് ലഭിച്ചു. സുദീപ് സെൻ, കമ്പനി ഡയറക്ടറായ ദേബജാനി മുഖർജി എന്നിവരും മദൻ വൻതുക പലപ്പോഴും കൈപ്പറ്റിയിട്ടുണ്ടെന്ന് CBIക്ക് മൊഴി നൽകി. തങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ പണം തട്ടിയിരുന്നതെന്നും താൻ മിത്രയുടെ സഞ്ചരിക്കുന്ന ATM ആയിരുന്നുവെന്നാണ് സെൻ അക്കാലയളവിൽ പറഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളെ പറ്റിച്ച് ശതകോടികൾ വെട്ടിച്ച ശാരദ ചിട്ടി കമ്പനിയും തൃണമൂലുമായുള്ള ബന്ധം ആദ്യം മുതൽ വളരെ വ്യക്തമായിരുന്നു. തൃണമൂലിന് വൻതോതിൽ പണം നൽകി സഹായിച്ച കമ്പനി തൃണമൂൽ അധികാരത്തിൽ വന്നതിന് ശേഷം അഭൂതപൂർവമായ വളർച്ചയാണ് നേടിയത്. തൃണമൂലിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പ്രവർത്തകർ കമ്പനിയുടെ കമ്മീഷൻ ഏജന്റുമാരായി പ്രവർത്തിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ചതായി പരാതി ഉയർന്നു. നിരവധി പേർ പിരിച്ച പണത്തിൻ്റെ വലിയൊരു പങ്ക് കമ്പനിയിൽ അടച്ചതുമില്ല. കള്ള സർട്ടിഫിക്കറ്റുകളും രസീതുകളും വിതരണം ചെയ്ത് ജനങ്ങളെ പറ്റിച്ചു എന്നായിരുന്നു ആരോപണം. ദിവസങ്ങൾ കഴിയുന്തോറും വെട്ടിപ്പുമായി തൃണമൂലിനുള്ള ബന്ധം കൂടുതൽ വ്യക്തമായതായി അന്വേഷണ ഏജൻസികൾ അറിയിച്ചു. കമ്പനിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ശാരദ മീഡിയ ഗ്രൂപ്പിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ചത് തൃണമൂൽ MP-യായ കുണാൽ ഘോഷ് ആണ്. ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഘോഷ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മീഡിയ ഉപദേഷ്ടാവായിരുന്നു. കുണാൽ ഘോഷ് വളരെ മുമ്പ് തന്നെ കസ്റ്റഡിയിലാണ് എന്നായിരുന്നു CBI പിന്നീട് സുപ്രീം കോടതിയെ അറിയിച്ചത്. തൃണമൂലിൻ്റെ മുഖപത്രമായ ജംഗോ ബംഗ്ലയുടെ പത്രാധിപർ കൂടിയായ സജ്ജൻ ബസു MP
തൃണമൂൽ വൈസ് പ്രസിഡന്റും സംസ്ഥാന സായുധസേന മുൻ ഡയറക്ടർ ജനറലുമായ രജത് മജുംദാർ, തൃണമൂൽ നേതാവായിരുന്ന അഫ്സൽ ഖാൻ എന്നിവരും കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് CBI കസ്റ്റഡിയിലെടുത്തു. അവരെ കൂടാതെ തൃണമൂലുമായി അടുത്ത ബന്ധമുള്ള പല തിരിമറിക്കാരെയും CBIയും കേന്ദ്ര എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പല ഘട്ടങ്ങളിലായി അകത്താക്കി. മമത മന്ത്രിസഭയിലെ ടെക്സ്റ്റൈൽ മന്ത്രിയായ ശ്യാമപ്രസാദ് മുഖർജി, MPയും സാംസ്കാരിക പ്രവർത്തകയുമായ അർപ്പിത ഘോഷ്, മമതയുടെ അടുത്തയാളായ ചിത്രകാരൻ ശുഭപ്രസന്ന ഭട്ടാചാര്യ തുടങ്ങി പലരെയും CBI പലതവണ ചോദ്യം ചെയ്തു. മമതയുടെ ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത് സുഭ പ്രസന്നയാണ്. ചിത്ര പ്രദർശനം സ്പോൺസർ ചെയ്തിരുന്ന ശാരദ ആരെയും അമ്പരപ്പിക്കും വിധം ഒരെണ്ണത്തിന് 1.5 കോടി രൂപ വരെ നൽകിയാണ് മമതയുടെ ചിത്രങ്ങൾ വാങ്ങിക്കൂട്ടിയത്. തൃണമൂലുമായി അടുത്ത ബന്ധമുള്ള ഉന്നതരായ പല പോലീസുകാർക്കും ശാരദ കമ്പനിയുമായി ബന്ധമുണ്ടെന്ന പരാതി ഉയർന്നു. കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ശക്തമായി സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യം മുതൽ മമതാ ബാനർജി കൈക്കൊണ്ടത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേസ് അന്വേഷിക്കുന്ന CBIക്കെതിരെ മമത വൻ പ്രക്ഷോഭം തന്നെ അഴിച്ചുവിട്ടു. തനിക്ക് ശാരദാ വെട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് മമത പ്രഖ്യാപിച്ചു. എന്നാൽ മമതയെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിരളി പിടിപ്പിക്കുന്നത് മന്ത്രിയും തൻ്റെ വിശ്വസ്തനുമായ മദൻ ബിത്ര പിടിയിലായതോടെയാണ്. തൃണമൂലിന് ലഭിച്ച പണത്തിൻ്റെ സിംഹഭാഗവും മദനിൽ കൂടിയാണ് കൈമാറ്റം നടന്നതെന്നാണ് CBIയുടെ ചോദ്യം ചെയ്യലിൽ തെളിയുന്നത്. പലപ്പോഴും വൻ തുകകൾ വാങ്ങിയിട്ടുണ്ടെന്നും അവ തൻ്റെ പാർട്ടി ആവശ്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും പ്രമുഖരായ പല നേതാക്കൾക്കും കൈമാറിയിരുന്നുവെന്നും അയാൾ വെളിപ്പെടുത്തിയതായാണ് CBI റിപ്പോർട്ട്. എന്നാൽ അവരുടെയൊന്നും പേര് പറയാൻ മിത്ര ഇതുവരെ തയ്യാറായിട്ടില്ല. അത് വെളിച്ചത്തായാൽ ഉന്നതരായ പലരും ഇനിയും കുടുങ്ങുമെന്ന് മാത്രമല്ല, തൃണമൂലിന് അധികാരം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളതെന്ന് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞു പോന്നിരുന്നു. അതിനാലാണ് കുണാലും സഞ്ജയ് ബോസും മറ്റും പിടിയിലായപ്പോൾ പോലും കാട്ടാത്ത അസ്വസ്ഥതയും വെപ്രാളവും മമത പ്രകടിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ CPM ഉൾപ്പെടെ പറയുന്നു. മദൻ എന്തെങ്കിലും വിട്ടുപറയുന്നതിന് മുമ്പായി ഏതു വിധേനയും CBIയുടെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും പാർട്ടി ഒറ്റക്കെട്ടായി അയാളുടെ ഒപ്പമെന്ന് കാണിക്കാനും മമത തന്നെ നേരിട്ട് നിരത്തിലിറങ്ങുകയുണ്ടായി. ഒരു പൊതു താൽപ്പര്യ ഹർജിയിലൂടെയാണ് സുപ്രീം കോടതി ഇടപെട്ട് കേസ് CBIക്ക് കൈമാറിയത്. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് CBI കേസ് അന്വേഷിക്കുന്നതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. CBI അന്വേഷണത്തെ തുടക്കം മുതൽ മമത നഖശികാന്തം എതിർത്തിരുന്നു. ഇടതുമുന്നണി ഭരണകാലത്ത് തൊട്ടതിനൊക്കെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്ന മമത ഇപ്പോൾ അവരെ പുലപ്പും വിളിക്കുന്നതും ജനങ്ങളിൽ വൻ കൗതുകമാണ് ഉണർത്തുന്നതെന്ന് CPM ബംഗാൾ ഘടകം ആരോപിക്കുന്നു. മുമ്പൊന്നും പ്രകടിപ്പിക്കാത്ത വിധത്തിൽ മിത്രയെ രക്ഷിക്കാൻ മമത കാട്ടിയ അതിരുകടന്ന പ്രവൃത്തിയെ അന്ന് CPM ഏറെ ആക്ഷേപിച്ചിരുന്നു. മമത പരിധി വിട്ട് പ്രവർത്തിക്കുന്നത് ജനങ്ങളിൽ കൂടുതൽ സംശയത്തിനിടയാക്കുമെന്ന അഭിപ്രായമാണ് CPM പാർട്ടിക്കുള്ളത്. പിന്നീട് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തു നിന്നും മാറ്റിയത് ചിട്ടി തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറെ പ്രതിയാക്കാൻ വിസമ്മതിച്ചതിനാലാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയായിരുന്നു ശാരദ റോസ്വാലി ചിട്ടി ഫണ്ട് കേസുകൾ അന്വേഷിച്ചിരുന്നത്. ഒരു തെളിവുമില്ലാതെ രാജീവ് കുമാറിനെതിരെ അന്വേഷണം നടത്തിയതിന് അലോക് വർമ്മ രാകേഷ് അസ്താനയെ താക്കീത് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത്. BJPയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് മോദിയുടെ അടുപ്പക്കാരനായ രാകേഷ് അസ്താന കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണർ രാജീവ് കുമാറെ പ്രതിയാക്കി കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് ഡൽഹിയിൽ അന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശാരദ റോസ്വാലി ചിട്ടി ഫണ്ട് എന്നീ കേസുകളിൽ ആദ്യ അന്വേഷണം നടത്തിയത് കൽക്കത്ത പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു. ഈ സംഘത്തിന് നേതൃത്വം നൽകിയത് അന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാർ ആയിരുന്നു. എന്നാൽ 2014 സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം പോലീസ് അന്വേഷണം CBI ഏൽപ്പിക്കുകയായിരുന്നു. കൊൽക്കത്ത പോലീസ് അന്വേഷണത്തിനിടയിൽ ലഭിച്ച സുപ്രധാന വിവരങ്ങൾ രാജീവ് കുമാറും സംഘവും നശിപ്പിച്ചു എന്നാണ് അസ്താനയുടെ പ്രധാന ആരോപണം. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നും അസ്താന കേസ് ഡയറിയിൽ എഴുതി ചേർത്തു. ഇതേ തുടർന്ന് രാജീവ് കുമാർ, വിനീത് കുമാർ ഗോയൽ എന്നിവരെ ചോദ്യം ചെയ്യാൻ CBI നോട്ടീസ് അയക്കുകയും ചെയ്തു. എന്നാൽ അന്യായമായ ചോദ്യം ചെയ്യൽ നോട്ടീസിനെതിരെ രാജീവ് കുമാർ അന്നത്തെ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പരാതി നൽകുകയും തുടർന്ന് അസ്താനയെ താക്കീത് ചെയ്യുകയുമായിരുന്നു. സംഭവബഹുലമായ കഥയാണ് ശാരദ ചിട്ടി ഫണ്ട് കേസ് അന്വേഷണത്തിൻ്റെ നാൾ വഴിയിലുള്ളത്. അത്യന്തം നാടകീയമായ നീക്കങ്ങളും. ഇന്നിപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വെല്ലുവിളി ഉയർത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ശാരദ റോസ്വാലി ചിട്ടി തട്ടിപ്പിൻ്റെ നാൾ വഴികൾ ഏറെ കൗതുകമുണർത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.